ശ്രീ രാഹുൽ ഈശ്വർ, നമ്മളെ ഈ വലിയ യോഗീവര്യന്മാരുടെയൊക്കെ സമാധിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരുടെ സമാധിയൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ പരിഹാസ രൂപത്തിലാക്കുന്നതുമായ തരത്തിലുള്ള സമാധിയല്ലേ നമ്മൾ ഇപ്പോൾ കേട്ടത്? സാറിന് അറിയാമല്ലോ, ഞാൻ വലിയ വിശ്വാസിയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇത്തരം വിഷയങ്ങളെ സെൻസിറ്റീവായി നേരിടണം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമാധി തുറന്നു, കോടതിയുടെ ഉത്തരവ് കാരണം. ഞാൻ അടക്കമുള്ളവർ ടി വി ചാനൽ എടുത്ത നിലപാട് അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ആക്ഷൻ അല്ല വേണ്ടത്, ഒരു കളക്ടർ ആക്ഷൻ അല്ല വേണ്ടത്. നേരെ മറിച്ച് കോടതി പറഞ്ഞാൽ, നമുക്ക് ദൈവം കഴിഞ്ഞാൽ കോടതിയാണ് ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനം. അതുകൊണ്ട് ദൈവം കഴിഞ്ഞ് കോടതി പറഞ്ഞു, അത് തുറന്നു. പ്രാഥമികമായി നോക്കുമ്പോൾ അസ്വാഭാവികമായി ഒന്നും കണ്ടിട്ടില്ല. ശരീരത്തിൽ ക്ഷതമില്ല, ശരീരത്തിൽ മുറിവില്ല. ഇനിയും ഏക പോസിബിലിറ്റി എന്തെങ്കിലും ഫൗൾ പ്ലേയുടെ പോയിസണിങ് ആണ്. അത് ചിലപ്പോൾ 3-4 ദിവസത്തിനുള്ളിലോ ഒരാഴ്ചക്കുള്ളിലോ വരും. നാളെ മൃതദേഹം മറ്റും സംസ്കരിക്കാനുള്ള അനുവാദം ജില്ലാ ഭരണകൂടം കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുവരെ എന്തായാലും ഇങ്ങനെ ഫൗൾ പ്ലേ ഒന്നും നടന്നിട്ടില്ല. കുടുംബവും നമ്മുടെ VSDP-യിലെ വിഷ്ണുപുരം ചരൺജിയൊക്കെ ഉണ്ട്. VSDP അടക്കമുള്ള വൈകുണ്ഠസ്വാമിയുടെ വലിയ ലെഗസി ഉള്ളൊരു സംഘടനയുടെ ആൾക്കാരാണ്. അവരെല്ലാം അവിടെയുണ്ട്. ഹിന്ദു ഐക്യവേദി പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പം ഇത്തരം വിഷയങ്ങളിലെല്ലാം നമ്മൾ ദുരൂഹം കാണേണ്ട ആവശ്യമില്ല. 2, സമാധി പോലുള്ള കാര്യങ്ങൾ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. ഇപ്പം ബാക്കിയുള്ളവർ പല കാര്യങ്ങളും പറയുമായിരിക്കും. എൻ്റെ വിശ്വാസം ശ്രീനാരായണ ഗുരുദേവൻ സമാധി ആയതെന്നാണ്. അത് വിശ്വസിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ സാമൂഹിക പരിഷ്കർത്താവായി കാണുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ ശ്രീനാരായണ ഗുരുവിനെ ഈശ്വരാവതാരമായിട്ടാണ് കാണുന്നത്. ഇതെന്നും നമ്മുടെ സമൂഹത്തിലുള്ളൊരു ഡിബേറ്റാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സാർ ഒരു പക്ഷേ കർണാടകയിലെ ബസവാചാരനെ കുറിച്ച് കേട്ട് കാണും. ബസവണ്ണ, ബസവേശ്വര എന്നൊക്കെ പറയുന്നത് പോലെ. അദ്ദേഹത്തിനും 2 തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തെ എന്നെ പോലുള്ള സാധാരണക്കാർ ബസവേശ്വരൻ എന്ന് വിളിച്ചു. അന്നത്തെ പുരോഗമനവാദികൾ ഇദ്ദേഹത്തെ ബസവണ്ണൻ എന്ന് വിളിച്ചു. ബസവണ്ണൻ എന്ന് പറഞ്ഞാൽ ബസവൻ ചേട്ടൻ. നമ്മുടെ കേരളം മുതൽ മഹാരാഷ്ട്ര വരെ ഉപയോഗിച്ചു. അപ്പം ചില ആൾക്കാർ അദ്ദേഹത്തെ ചേട്ടനായിട്ടോ സാമൂഹിക പരിഷ്കർത്താവായിട്ടോ സഹോദരനായിട്ടോ കണ്ടു. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ശ്രീനാരായണ ഗുരുവിനെയും ബസവേശ്വരനെയും ഒക്കെ അവതാരങ്ങളായി കണ്ടു. രണ്ടും കാണാം. ഞാനൊക്കെ കുറച്ചുകൂടി ഒരു വിശ്വാസിയും മറ്റുള്ളവർ കുറച്ചുകൂടെ പുരോഗമനവാദിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ സെൻസിറ്റീവായി ഡീൽ ചെയ്യണം. പ്രാഥമിക അന്വേഷണത്തിൽ പ്രശ്നമൊന്നുമില്ലെന്ന് ആണ് തെളിഞ്ഞതെന്നാണ് ലഭ്യമായ വിവരം. ഡീറ്റെയിൽസ് കൂടെ വരാം. ഇനി നാളെ ഫോറൻസിക് കണ്ടെത്തിയെന്നിരിക്കട്ടെ, വിഷം എന്തെങ്കിലും ഉള്ളിൽ ചെന്നു എന്ന് ആരും വരെ പിന്തുണയ്ക്കില്ല. ഇല്ലെങ്കിൽ അതൊരു മഹാസമാധിയായി മാറുകയും ചെയ്യും. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ഈ ഹിന്ദു വിശ്വാസങ്ങളെ മൂക്കിട്ട് താഴെ ഉരയ്ക്കാനുള്ള ഒരു അവസരമാക്കരുത്. ചില ആൾക്കാർ എങ്ങനെയാണ്, ചില ചാനലുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അല്ല, ഇതൊക്കെ എന്തോ മോശം, ഇതൊക്കെ പരിഹാസം. ഞാനൊരു പ്രമുഖ ചാനലിരുന്ന് പലവട്ടം പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറയുന്ന കാര്യമുണ്ട്, കോടതി ഉത്തരവ് വരട്ടെ. പക്ഷെ അവർക്ക് കോടതി ഉത്തരവ് പോരാ, പോലീസ് ആക്ഷൻ ഉണ്ടായാലേ ഡ്രാമയുള്ളൂ. പോലീസ് ആക്ഷൻ ഉണ്ടായി, അവിടുത്തെ അമ്മയെ പിടിച്ചു മാറ്റി, 2 മക്കളെ 2 തല്ലൊക്കെ കൊടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വിശ്വാസത്തിന് 2 അടി കിട്ടി എന്നുള്ളതാണ് അവരുടെ വിചാരം. അപ്പം ഗോപൻ സ്വാമിയുടെ ചെലവിൽ വിശ്വാസികളെ 2 അടിക്കാനാണ് അവർ നോക്കിയത്. വശാൽ കോടതി അത് പോസിറ്റീവായി ഇടപെട്ടു. കോടതിയുടെ നിരീക്ഷണം വന്നു. കോടതി വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും പറഞ്ഞില്ല. കാരണം നമുക്ക് വിരോധം ഉണ്ടെങ്കിലും കോടതിയെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് നന്മയും. അപ്പോൾ എനിക്കറിയില്ല, എല്ലാം പോസിറ്റീവായി വരട്ടെ. പറ്റില്ല, ഞാൻ ഇന്ന് പോകണമെന്ന് വിചാരിച്ചാണ്. ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ അവിടെ ഒരു സമാധി പോവും. അവിടെ ഞാൻ പോയി തൊഴുകയും ചെയ്യും. അല്ല, ഇത് ഈ മുൻകാല സമാധിയെ ഒക്കെ തന്നെ ഇവരിപ്പോൾ ഈ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്? അത് വലിയൊരു ഇഷ്യൂ ആണ്. അതാണ് ഇത്തരം വിഷയങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുന്നത്. ഗോപൻ സ്വാമിക്ക് 1-2 വേറെ ആശ്രമം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ. ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നോട് ഹിന്ദു ഐക്യവേദിയുടെ ശ്രീ RV ബാബു അടക്കം പറഞ്ഞത് അദ്ദേഹത്തിന് വേറെ ആശ്രമങ്ങളുണ്ട്. അദ്ദേഹം അവിടുത്തെ ഒരു എന്താ പറയുക വിശ്വാസിയും ഭക്തനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തെ ഇപ്പം അകത്തിരുത്തുന്ന കണ്ടപ്പോഴും, അറ്റ്ലീസ്റ്റ് നമ്മുടെ മൃതശരീരം വെളിയിലെടുത്തപ്പോഴും നമ്മൾ കണ്ടത് ആ രീതിയിലിരിക്കുന്ന രീതിയാണ്, തുറന്നിരിക്കുന്ന രീതിയാണ്, ഒരു പൂജാദ്രവ്യങ്ങളും മറ്റുമുള്ള രീതിയാണ്. ചില ആൾക്കാർ വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാം യുക്തിയുടെ കണ്ണിൽ കൂടെ നോക്കി ഞങ്ങളെ സ്കൂൾ മാഷ് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണ്ട. ഇനിയും നേരെ തിരിച്ച് ഫൗൾ പ്ലേ ഉണ്ടെന്ന് കോടതിയിൽ ഒരു പോലീസ് റിപ്പോർട്ട് കൊടുത്തു എന്നിരിക്കട്ടെ, ഇവർക്ക് കിട്ടുന്ന പിന്തുണ പിന്നെ ആരും കൊടുക്കുകയില്ല. ഇപ്പം നമുക്ക് എന്താ അറിയാൻ പറ്റുക? അങ്ങനെയല്ല എൻ്റെ ശരി. നമ്മൾ ശരിക്കും ഈ സമാധി എന്ന് പറഞ്ഞാൽ 8 തരം സമാധി ഉണ്ടെന്നൊക്കെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മുടെ പതഞ്ജലിയിൽ സമാധി പറയുന്നത് വേറൊരർത്ഥത്തിലാണ്. അതായത് നമുക്ക് ജീവിച്ചിരിക്കെ തന്നെ സമാധിയാകാം എന്നൊരാശയമുണ്ട്. ഈ ഫ്രം സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് ഓഷോ ഒക്കെ എഴുതിയതുപോലെ സമാധിക്കൊരു സൂപ്പർ കോൺഷ്യസ്നസിൻ്റെ തലമുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ സംപ്രജ്ഞാന സമാധി, അസംപ്രജ്ഞാന സമാധി, നിർവികൽപ്പ സമാധി, സവികൽപ്പ സമാധി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ സമാധി എന്ന് പറയുന്നത് ഒരു വ്യക്തി മരണത്തോടടുക്കുമ്പോൾ മരിച്ച് ആ വ്യക്തി
മുകളിലേക്കോ അല്ലെങ്കിൽ ദൈവത്തിലേക്കോ വിഷ്ണുപാദം പോവുകയോ അയ്യപ്പപാദം പോവുകയോ അല്ലെങ്കിൽ ഭഗവത് പാദം പോവുകയോ തുടങ്ങിയ കാര്യങ്ങളിലാണ്. ഇത് വിശ്വാസത്തിന്റെ വിഷയമായതുകൊണ്ട് സെൻസിറ്റീവായി ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യണം. ആരെയും വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്, സംശയമൊന്നുമില്ല. പക്ഷേ വിശ്വാസത്തെ ഡീൽ ചെയ്യുമ്പോൾ എന്നും കുറച്ച് സെൻസിറ്റീവായി ഡീൽ ചെയ്യണം. ഏത് വിശ്വാസത്തെയും, നമ്മുടെ ഹിന്ദു വിശ്വാസങ്ങളെ മാത്രമൊന്നുമില്ല, ഇസ്ലാമിക വിശ്വാസത്തെയും അല്ലെങ്കിൽ പരിശുദ്ധ ക്രിസ്ത്യൻ വിശ്വാസത്തെയും പരിശുദ്ധ ഇസ്ലാമിക വിശ്വാസത്തെയും ഒക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒന്നും ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ ആക്രമിക്കരുത്. എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം വളരെ ആരാധ്യനായ പണ്ഡിതനാണ്, ആദരണീയനാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇദ്ദേഹത്തെ ഗ്രാൻഡ് മുഫ്തിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം തിരുകേശം എന്ന് പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കേശം കൊടുക്കുമ്പോൾ ഇത് ഒറിജിനൽ കേശമാണോ എന്ന് DNA ടെസ്റ്റ് നോക്കിയൊന്നും എനിക്കറിയില്ല. നമ്മൾ ഇതേപോലെ ബുദ്ധന്റെ പല്ല് ശ്രീലങ്കയിലെ കാൻഡിയിലെ ഒരു ക്ഷേത്രത്തിലുണ്ട്. സാർ പക്ഷേ കാണും, ഞാൻ പോയി വലിയ പവിത്രതയോടെ കണ്ടു. വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ബുദ്ധന്റെ പല്ലാണോ പ്രധാനം, ബുദ്ധന്റെ പുസ്തകമാണോ പ്രധാനം? ഒരു സംശയവുമില്ല, ബുദ്ധന്റെ പുസ്തകമാണ് പ്രധാനം. എന്നാലും ഒരാളുടെ പല്ലുണ്ട്, അയാളുടെ ശരീരത്തിന്റെ എന്തെങ്കിലും ഭാഗങ്ങളുണ്ടോ എന്ന് തോന്നുമ്പോൾ നമുക്കൊരു വിശ്വാസപരമായ ഐക്യദാർഢ്യമാണ് ഉള്ളത്. അങ്ങനെ മാത്രം ഇത് കാണണം. ഒരു പരിധിക്കപ്പുറം സീരിയസ് ആയി കണ്ട് വിശ്വാസികളെ എല്ലാം മോശക്കാരാക്കാമെന്നൊന്നും വിചാരിക്കരുത്. പുരോഗമനം ആരുടെയെങ്കിലും തലയിലോ സമാധിയിലോ തീർക്കരുത്. അവർ വിശ്വസിച്ചോട്ടെ. ഈ ഫൗൾ പ്ലേ ഉണ്ടെങ്കിൽ, ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടപെടണം. കാരണം നമ്മളെന്നല്ല, പൊതുസമൂഹം, പോലീസുകാരും കോടതി ഇടപെടണം. അതായിരിക്കണം കറക്റ്റ് പൊസിഷൻ. അപ്പൊ ഈ 8 തരം സമാധി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലൊരു സമാധിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത് അല്ലേ? അല്ല, അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഡീറ്റെയിൽസ് മീഡിയയിൽ നിന്ന് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ചില മീഡിയക്കാരെങ്കിലും മനഃപൂർവ്വം മോശമാക്കാനും കരിവാരത്തേക്കാനും ഒക്കെ പല രീതിയിൽ പറയാറുണ്ട്. അതായത് നമ്മുടെ ഇതിലെ വ്യത്യസ്ത സമാധി എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം സവികൽപ്പ സമാധി എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അതൊരു ഇൻഡെപ്ത് സെൻസിലേക്ക് പോകുന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന ഒരു സ്റ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ടൈപ്സ് ഓഫ് സമാധി എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ പൊതുവേ നമ്മൾ നമ്മുടെ നാട്ടിൽ സമാധി എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത് ഒരാൾ മരണത്തോടെടുക്കുമ്പോൾ അയാൾ ബ്രഹ്മത്തിലേക്ക് ലയിച്ചു എന്നർത്ഥത്തിലാണ്. അല്ലാതെ ഈ ധ്യാനത്തിൻ്റെ സ്റ്റെപ്സായി പട്ടാംഗയോഗത്തിൽ പറയുന്ന സമാധി അല്ല. ടെക്നിക്കലി അല്ല. നമ്മൾ ശരിക്കും അഷ്ടാംഗയോഗത്തിൽ പറയുന്ന സമാധി ധ്യാനത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ ധ്യാനത്തിൻ്റെ, അതായത് പതഞ്ജലി ധ്യാനത്തെ അല്ലെങ്കിൽ യോഗയെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് അഥ യോഗാനുശാസനം, യോഗ ചിത്തവൃത്തി നിരോധ. ഇതാണ് യോഗാനുശാസനം, അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്ന ഡിസിപ്ലിൻ. യോഗ എന്ന് പറയുന്നത് മനസ്സിൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ചിത്തവൃത്തികളെ പൂർണ്ണമായി ഇല്ലാതായി ഒരു സൂപ്പർ കോൺഷ്യസ് സ്ഥലത്തിലേക്ക് പോകും. പക്ഷെ നമ്മുടെ മലയാളത്തിൽ ആരും ആ അർത്ഥത്തിലല്ല സമാധി എന്ന വാക്ക് പ്രയോഗിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി എന്ന് പറയുന്നത് അദ്ദേഹം മരിച്ച സ്ഥലമോ അദ്ദേഹം അവിടെ ദിവംഗതനായ സ്ഥലവും ഒക്കെയാണ്. ഇതൊക്കെ ഭാഷാപരമായ പ്രയോഗമാണ്. അങ്ങേക്കറിയാലോ, ദിവംഗതനായി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോയി എന്നാണ്. ദിവം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അപ്പോൾ ഇനി നാളെ ഒരാൾ വരികയാണ്, ദിവംഗതനായി എന്ന് ഉപയോഗിച്ചുകൂടാ, സ്വർഗമോ നരകമോ ഉണ്ടോ എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല, അതുകൊണ്ട് സ്വർഗസ്ഥനായി എന്ന് പറഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു അവസാനമില്ല. അവിടെയാണ് ഒരു കാര്യം, ഞാൻ പൂർണ്ണമായിട്ടും വിശ്വാസിയായിരിക്കുമ്പോഴും ഞാൻ നിരീശ്വരവാദികളോട് യുക്തിവാദികളോട് യോജിക്കുന്ന പോയിന്റാണ്, നമ്മൾ വിശ്വാസികളുടെ ഇടയിൽ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസികളാകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ അനാവശ്യമായി ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പകരം അവരെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് മാറ്റാം. നിഷ്കളങ്കമാണ് വിശ്വാസമെങ്കിൽ അവർ വിശ്വസിച്ചോട്ടെ. അതായത് ഇപ്പം നാളെ, കറക്റ്റ് ഉദാഹരണം പറയാം, നാളെ ഈ പോയിസൺ ഒന്നുമില്ല, യാതൊരു പ്രശ്നവുമില്ല, സ്വാഭാവിക മരണമാണ്, കണ്ടെത്തിയിരിക്കട്ടെ. എൻ്റെ അച്ഛൻ സമാധി എന്ന മോൻ പറയാൻ ഇരിക്കട്ടെ. ആ മോനെ നമ്മുടെ മുഖ്യധാരാ ചാനൽ വിളിച്ചിരുത്തി 1/2 മണിക്കൂർ ഇൻ്റർവ്യൂ ചെയ്ത് ഭാഷാപരമായി ആദ്യമായിട്ടായിരിക്കും പുള്ളി ആരുടെയെങ്കിലും ഫ്രണ്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സിംഹങ്ങളുടെ മുമ്പിൽ പെട്ട് ഞാനൊരു ചാനൽ ഇരുന്നപ്പോഴാണ് പുള്ളി ബബ്ബ അടിക്കുന്ന കണ്ടു. അവൻ കാണുന്നവൻ എന്ത് വിചാരിക്കും എന്നറിയാമോ? ഇവനെന്തോ മറയ്ക്കാനുണ്ടെന്ന് വിചാരിക്കും. കാണുന്നവന് ഇവൻ എന്തോ പറ്റിപ്പാണ്, മറയ്ക്കാനുണ്ടെന്ന് വിചാരിക്കും. നേരെ മറിച്ച് പുള്ളി ആദ്യമായിട്ടാണ് TV ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ പകച്ചു പോകും. അപ്പോൾ എല്ലാം ഒരു യാന്ത്രിക യുക്തിവാദത്തിൻ്റെ കണ്ണിലൂടെ കാണണ്ട. ഇനിയും യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ, ഫോറൻസിക്കുകാരും അങ്ങനെയാണ് റിപ്പോർട്ട് നൽകുന്നതെങ്കിൽ ഒരു സമാധിയായി നമുക്ക് കാണാം. വീട്ടുകാർക്ക് അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് അങ്ങനെ കാണാം എന്നുള്ള വളരെ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടാണ് എനിക്ക്. ഇല്ല, ഇതിപ്പോ ഞാൻ കാണുന്നത് മറ്റൊരു കാര്യമുണ്ട്. ചിലർക്കൊക്കെ അസഹിഷ്ണുത ഉണ്ടാകുന്നത്, ഇപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, മഹാകുംഭമേള നടക്കുകയാണ്. ഇതിൽ പലർക്കും അസഹിഷ്ണുതയുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ ഈ ദുർവാഖ്യാനം ചെയ്യുക, മോശമായി ചിത്രീകരിക്കുക, അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ ഹൈന്ദവരുടെ മേൽ ഒരു മുറിവേൽപ്പിക്കലല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്? നമ്മുടെ മേൽ കുതിര കയറിയാൽ അതൊരു പുരോഗമനവാദമാണ്, അതൊരു മതേതരവാദമാണ്. ആലോചിക്കണം, അമേരിക്കയുടെ ടോട്ടൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ കുംഭമേളയ്ക്ക് വരുന്നുണ്ട്.
അതായത് അമേരിക്ക എന്ന മഹാരാജ്യത്തിൽ 35 കോടി 38 കോടി ജനങ്ങളാണുള്ളത്. ഇവിടേക്ക് 40 കോടി ജനങ്ങൾ വരുന്നു എന്നാണ് കണക്ക്. അതായത് ലോക ജനതയുടെ 20-1, ഏകദേശം 20-1, അതായത് ലോകത്തിലെ ഓരോ 20 മനുഷ്യരിൽ ഒരാളും ഈ കുംഭമേളയിലേക്ക് വരികയാണ്. സ്റ്റീവ് ജോബ്സിന്റെ അടക്കമുള്ള ഭാര്യ ഇവിടെ വരുന്ന ചിത്രങ്ങൾ പറ്റി നമ്മൾ കണ്ടു കാണും. അമേരിക്കയിലെ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫ് അടക്കം. ഇതിനെല്ലാം വരുന്ന എന്തിനാണ്? നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരം, നമ്മുടെ നാടിൻ്റെ ഒരു സെലിബ്രേഷൻ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ. അപ്പോൾ സ്റ്റീവ് ജോബ്സിൻ്റെ വൈഫ് പറയുകയാണ്, ഇങ്ങനെയൊരു ജനസാഗരം ഞാൻ അനുഭവിച്ചിട്ടില്ല. സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആപ്പിൾ ഫോണിൻ്റെ സ്ഥാപകനാണ്. ഈ ആപ്പിൾ ഫോണിൻ്റെ സ്ഥാപകൻ ഒരു കൈപ്പേയിൽ ഒരു എഴുത്തെഴുതിയിട്ടുണ്ട്, എനിക്ക് കുംഭമേളയിൽ പോകാൻ ആഗ്രഹമുണ്ട്. ആ കുംഭമേളയെ, തമാശ എന്ന് പറഞ്ഞാൽ സ്റ്റീവ് ജോബ്സ് പോലും ആദരിക്കുന്ന ആരാധിക്കുന്ന കുംഭമേളയെ സ്റ്റീവ് ജോബ്സ് ഉണ്ടാക്കിയ ആപ്പിൾ ഫോണിലിരുന്ന് കുറ്റം പറയാനും ഇവരൊക്കെ പിന്തിരിപ്പന്മാരാണ്, ഇവർക്ക് ശാസ്ത്രബോധം ഇല്ലെന്ന് പറയാനുമാണ് ഈ നാട്ടിലെ ചിലർക്ക് താല്പര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനോ ഓന്ത്രപ്രണറോ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റോ ഒക്കെ ഉണ്ടാക്കിയ ആപ്പിൾ ഐഫോണിലിരുന്നു കൊണ്ട് ഈ കുംഭമേളയൊക്കെ പ്രാകൃതമാണ്, അശാസ്ത്രീയമാണ് എന്ന് നമ്മുടെ നാട്ടിലെ ലിബറലുകളാണുള്ളത്. അവർക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ്, എല്ലാവരെയും ഒന്ന് മോശക്കാരാക്കണം, എന്തെങ്കിലും വിശ്വാസിയാണെങ്കിൽ അവരൊക്കെ പിന്തിരിപ്പനാണ് എന്ന് പറയാനുള്ള അവരുടെ ഈ കപട ലിബറൽ മനോഭാവമാണ്. അപ്പൊ ഈ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്തേക്ക് ഒരുപക്ഷെ വലിയൊരു ഭക്ത ജനപ്രവാഹം ഉണ്ടാകുമായിരിക്കാം അല്ലെ? അതായത് കൃത്യമായിട്ട് ഞാനൊരു ഭക്തനായി നിന്ന് പറയുകയാണ്, ഞാൻ ഇന്ന് പോകണമെന്ന് വിചാരിച്ചു, നാളെയാണ് ചടങ്ങുകളെന്ന് വിചാരിക്കുകയുണ്ടായി. ഒരാഴ്ചക്കുള്ളിൽ പോട്ടെ, മാക്സിമം 10 ദിവസത്തിനുള്ള റിപ്പോർട്ട് വരും. ഏതെങ്കിലും നമ്മുടെ ടോക്സിക്കോളജിയോ ഫോറൻസിക് റിപ്പോർട്ടോ ഒക്കെ എടുത്ത്, ഇനി ഏക പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചാൽ എന്തെങ്കിലും ഉണ്ടായോ, റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളതാണ്. ഇവരെന്തായാലും ഇത്രയും പ്രായമായ മനുഷ്യനെ കൊട്ടേഷൻ കില്ലേഴ്സിനെ ഒന്ന് കൊടുത്ത് ഇതൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മരുന്ന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏക ചോദ്യം ബാക്കി. ആ ചോദ്യം കൂടെ കഴിഞ്ഞാൽ ഇവർക്കുണ്ടായ വിഷമത്തിന് ഒരു ലിബറലുകളും മറുപടി പറയാൻ പോകുന്നില്ല. അങ്ങ് ശ്രദ്ധിക്കണം, ഇവർക്കുണ്ടായ വിഷമത്തിന് ആരും മറുപടി പറയാൻ പോകുന്നില്ല. വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരു പ്രമുഖ ചാനലിൽ ഇന്ന് രാവിലെ വിളിച്ച് ഗോപൻ സ്വാമിയുടെ സമാധിയാണ് ചർച്ച എന്ന് പറഞ്ഞ് ഒറ്റത്തേക്ക് എന്നെ ബ്ലോക്ക് ചെയ്തു. ആദ്യ വാർത്തകൾ വന്നു തുടങ്ങി, ഇതിൽ പ്രത്യേകിച്ച് ദുരൂഹതയൊന്നുമില്ല എന്ന്. അപ്പം തന്നെ ഒരു ചർച്ച ക്യാൻസൽ ചെയ്തു. കാര്യം ഇനി എന്തിനാണ് കുറ്റം പറയുന്നത്? കാര്യം കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഈ ലിബറലുകളോ നമ്മുടെ മാധ്യമസിംഹങ്ങളോ ഒന്നും ഇവർക്ക് യാതൊരു പിന്തുണയും നൽകില്ല. നമ്മൾ സാധാരണ ജനങ്ങൾ പോയി, ഗോപൻ സ്വാമി ആരാന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഗോപൻ സ്വാമിക്ക് ഒരു പ്രണാമം അർപ്പിക്കണം, ആ അമ്മയ്ക്ക് ഒരു പ്രണാമം അർപ്പിക്കണം, 2 മക്കൾക്ക് ഒരു പ്രണാമം അർപ്പിക്കണം. അവർക്ക് മനസ്സിന് മുറിവേറ്റിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം, തങ്ങളുടെ അച്ഛനെ അവർ തന്നെ കൊന്നതാണ് എന്നുള്ള ദ്വയാർത്ഥ പ്രയോഗമാണ് പലരും നടത്തിയത്. പല ആൾക്കാരും ചാനൽ ചർച്ചയിൽ പോലും വന്നിരുന്ന് പ്രായമായ അച്ഛനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ കൊന്നതാണ് എന്ന് വരെ പറയുകയുണ്ടായി. അപ്പോൾ ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. സബ്ജക്ട് ടു കറക്ഷൻ. കോടതിയിൽ നിന്ന് നാളെ ഉത്തരവോ പോലീസ് റിപ്പോർട്ടോ ഫോറൻസിക് റിപ്പോർട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും, ഗോപൻ സ്വാമിക്ക് ചിലപ്പോൾ ആത്മീയ ചൈതന്യം കാണാതിരിക്കാം, അവരുടെ വിഷമം ഒപ്പാനെങ്കിലും അവിടെ ഒന്ന് പോയി ആദരം അർപ്പിക്കുന്നത് നമ്മുടെ മാന്യതയാണ്. അത് നമ്മൾ ചെയ്യണം, കാര്യം വേറെ ആരും ചെയ്യില്ല എന്നുള്ളതുകൊണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.